കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഡാർവിൻ ഇവല്യൂഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇവല്യൂഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതല്ല യഥാർത്ഥത്തിൽ ഡാർവിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡാർവിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഡാർവിൻ ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ആക്ച്വലി 1859 ഒരു പുസ്തകം എഴുതുന്നു, ഒറിജിൻ ഓഫ് സ്പീഷീസ്. ആ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അദ്ദേഹം ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത് പൊതുജനങ്ങളുടെ മുന്നിൽ. അതിനു മുമ്പ് 1858 വാലസുമായിട്ട് ചേർന്നിട്ട് വേറൊരു പുസ്തകമൊക്കെ എഴുതുന്നുണ്ടെങ്കിലും ഈ പുസ്തകമാണ് ലോകപ്രസിദ്ധമായിട്ടുള്ളൊരു പുസ്തകം. ഈ പുസ്തകത്തിനകത്ത് യഥാർത്ഥത്തിൽ 2 മേജറായിട്ടുള്ള തിയറികളാണുള്ളത്. ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് ഡിസെൻറ്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്നുള്ള ഒരു ആശയമാണ്. അതായത് ഇന്ന് കാണുന്ന എല്ലാ ജീവജാലങ്ങളും മുമ്പ് ഉണ്ടായിരുന്ന ഒരു ജീവജാലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഡാർവിന് മാത്രമായി ഡാർവിൻ കൊണ്ടുവന്ന ഏറ്റവും ബ്രില്യൻ്റ് ഹൈപ്പോത്തസിസുകളിലായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതെന്താണ്? നാച്ചുറൽ സെലക്ഷനാണ്, അഥവാ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇതാണ് ഡാർവിൻ്റെ ആ പുസ്തകത്തിലെ 2 പ്രധാനപ്പെട്ട തിയറികൾ എന്ന് പറയുന്നത്. ഇനി ഡാർവിൻ്റെ തിയറികളെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് യഥാർത്ഥത്തിൽ തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ ആ ഡാർവിൻ്റെ തിയറിക്ക് 5 കമ്പോണൻറ്റുകൾ ഉണ്ടെന്ന് നമുക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത സ്ലൈഡിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ 5 തിയറിയാണ് പ്രധാനമായിട്ടും ഡാർവിൻ്റെ സിദ്ധാന്തത്തിനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നാച്ചുറൽ സെലക്ഷൻ ആണ്. അതാണ് ഡാർവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈപ്പോത്തിസിസുകളിൽ ഒരെണ്ണം എന്ന് പറയുന്നത്. നാച്ചുറൽ സെലക്ഷനെ കുറിച്ചിട്ട് നമ്മൾ പല സമയത്ത് വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും വിവരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ സ്വാഭാവിക നിർദ്ധാരണം എന്നുള്ള പേര് മാത്രം പറഞ്ഞേക്കാം. അതെ, സ്വാഭാവിക നിർദ്ധാരണം എന്നുള്ളൊരു പേരിലേക്ക് പോകും. അടുത്തതെന്ന് പറയുന്നത് ഇവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. എന്താണ് ഈ എവല്യൂഷൻ എന്ന് പറയുന്നത്? അതായത് കാലം കഴിയുന്നതിനനുസരിച്ച് ജീവജാതികളുടെ ട്രെയ്റ്റുകൾ മാറി വരുന്നതായിട്ട് അദ്ദേഹം കാണുന്നു. ജീവജാതികളുടെ ട്രെയ്റ്റുകൾ ഇത് യഥാർത്ഥത്തിൽ ഡാർവിൻ്റേതായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല എന്നുള്ളതാണ്. ഡാർവിന് മുന്നേ തന്നെ പല ശാസ്ത്രജ്ഞന്മാരും ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഡാർവിൻ്റെ അപ്പൂപ്പനായിരുന്ന ഇറാസ്മസ് ഡാർവിൻ പോലും ഈ വിഷയത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും പുസ്തകങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അരിസ്റ്റോട്ടലിൻ്റെ കാലം മുതലേ പല തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈവൻ ലാമാർക്ക് പോലും ഈ വിഷയത്തിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവല്യൂഷൻ എന്ന് പറയുന്ന ആശയം ഡാർവിനുമായി യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഡാർവിൻ്റെ സ്വന്തം ഐഡിയ ആയിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഡാർവിൻ യഥാർത്ഥത്തിൽ എന്തായിരുന്നു ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ഡിവേഴ്സിറ്റിയും, ഈ കാണുന്ന വ്യതിയാനങ്ങൾ ഇതെങ്ങനെ ഉണ്ടായി എന്ന് വിവരിക്കലായിരുന്നു ഡാർവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നങ്ങളിൽ ഒരെണ്ണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിയറി വന്നിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കോമൺ ഡിസെൻറ്റ് എന്ന് പറയുന്നതാണ്. അതായത് ഒരു പൂർവിക ജീവിയിൽ നിന്ന് ഇന്നെല്ലാം കാണുന്ന ജീവജാലങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു, അതായത് ഇന്ന് ഏതെങ്കിലും കുറച്ച് സ്പീഷീസുകളെ എടുത്തു കഴിഞ്ഞാൽ ഈ സ്പീഷീസുകളൊക്കെ തന്നെ ഒരു പൂർവിക ജീവിയിൽ നിന്നുണ്ടായി, ആ പൂർവിക ജീവി മറ്റൊരു പൂർവിക ജീവിയിൽ നിന്നുണ്ടായി എന്നുള്ളത്. പിന്നെ ഗ്രാജുവലിസം, അതായത് ഏത് ജീവജാലങ്ങളെ എടുത്തു കഴിഞ്ഞാലും ഇവയെല്ലാം പടിപടിയായിട്ടാണ് ഉണ്ടായത് എന്നുള്ളൊരു ആശയം. പിന്നെ പോപ്പുലേഷൻ ചേഞ്ച് എന്ന് പറയുന്നത്, അതായത് ഓരോ തലമുറ കഴിഞ്ഞ് പോകുമ്പോഴും ഈ പോപ്പുലേഷൻ എപ്പോഴും പരിണാമം നടക്കുന്നത് ഒരു വ്യക്തിയിലല്ല, ഒരു കൂട്ടം ജീവജാലങ്ങളിലാണ്. ഈ ഒരു കൂട്ടം ജീവജാലങ്ങളിലെ ചില ട്രെയ്റ്റുകളിൽ വ്യത്യാസം വരുന്നതിനെയാണ് യഥാർത്ഥത്തിൽ പോപ്പുലേഷൻ ചേഞ്ച് എന്ന് നമ്മൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഡാർവിൻ്റെ തിയറിക്കകത്ത് ഉള്ളത്. ഇതിനോടൊപ്പം ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ ഒറ്റ കോശത്തിൽ നിന്നാണ് ഇന്നുള്ള ജീവജാലങ്ങളെല്ലാം ഉണ്ടായത് എന്ന് ഡാർവിൻ്റെ പുസ്തകത്തിനകത്ത് ഡാർവിൻ അഭിപ്രായപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം യഥാർത്ഥത്തിൽ ഡാർവിൻ അങ്ങനെ ഒരു കാര്യത്തിനോട് താല്പര്യം പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? അത് ആധുനികമായിട്ടുള്ള ഡാർവിൻ്റെ തിയറിയുടെ കൊറോളറി, മാത്തമാറ്റിക്സ് നമ്മൾ കൊറോളറി എന്ന് പറയാറുണ്ട്. ഈ സിദ്ധാന്തത്തിൽ നിന്ന് മറ്റ് ഡേറ്റകളുടെ സഹായത്തോടു കൂടി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയമാണ് ഒരു ഏകകോശ ജീവി എന്നുള്ളത്. ഓഫ് കോഴ്സ് ഡാർവിൻ അറിയാമായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഏതോ ഒരു ഫോമിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളതെന്ന്. ഡാർവിൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ടൊന്നും പോയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കണ്ടിരുന്ന കാഴ്ചകളും കാര്യങ്ങളും ഡേറ്റകളും ഒക്കെ വെച്ചിട്ടായിരുന്നു അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡാർവിൻ ഏകകോശ ജീവിയിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ്. ഡാർവിൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സിദ്ധാന്തം തന്നെയാണ്. അത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് പരിണാമ സിദ്ധാന്തം ഒരു സിദ്ധാന്തമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവയാണ് നമ്മൾ തിയറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സയൻസിൽ ബദൽ ചിന്തകൾ എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള സിദ്ധാന്തം എന്നല്ല, ബദൽ ചിന്തകൾ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സിദ്ധാന്തം? പരിണാമ സിദ്ധാന്തം എന്ന് നമ്മൾ വിളിക്കുന്നു. എന്താണ് ഈ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളത്, അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ഒബ്സർവേഷനുകൾ, ഈ ഒബ്സർവേഷനുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ വിശദീകരിക്കുന്ന എ സെറ്റ് ഓഫ് ഡിസ്ക്രിപ്ഷൻസിനെ പല കാലങ്ങളിലായി ടെസ്റ്റ് ചെയ്ത് അത് ശരിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു ടാഗാണ് ഈ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന തിയറി എന്ന് വിളിക്കുന്ന കാര്യത്തിന് ഒരു കൂട്ടം ഒബ്സർവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, എന്താണ് പരിണാമം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒബ്സർവേഷൻ? അതറിഞ്ഞിരിക്കണമല്ലോ സ്വാഭാവികമായിട്ടും. അതെങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഈ ജനറ്റിക്സിലുള്ള സിമിലാരിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതായത് ജീവികളുടെ DNA ജനിതക മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ സാമ്യം ഉണ്ട് എന്ന്
നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇത് പരിണാമത്തിൻ്റെ തെളിവായിട്ട് നമ്മൾ പറയുന്നുമുണ്ട്. പക്ഷേ ഈ ജീവികളുടെ DNA തമ്മിൽ സാമ്യം ഉണ്ട് എന്നുള്ളത് ഒരു വാഗായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവല്യൂഷണറി ബയോളജിക്കകത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വാഗ്നെസ് ഒക്കെ മാറിയിട്ട് പക്കാ കാര്യം എന്താണെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനകത്തൊരു സംശയമേ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് DNA എടുത്തു കഴിഞ്ഞാൽ, പലതരത്തിലുള്ള ജീവികളുടെ DNA എടുത്തു കഴിഞ്ഞാൽ ആ DNA-യിൽ ഓർത്തോലോഗസ് ജീൻസ് എന്ന് പേരുള്ള ഒരു കൂട്ടം ജീനുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഓർത്തോലോഗസ് ജീൻസ്? ഓർത്തോലോഗസ് ജീൻസ് എന്ന് വെച്ചാൽ വളരെ സിമിലർ ആയിട്ടുള്ള രണ്ട് ജീവികളിൽ കാണപ്പെടുന്ന ജീനുകളാണ്. ഈ ജീനുകളുടെ ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ സിമിലറാണ്, അവർ ഒരേപോലത്തെ ഫംഗ്ഷൻ ആയിരിക്കും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒബ്സർവേഷൻ. ഇപ്പോൾ കുരങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓർത്തോലോഗസ് ജീൻ ഉണ്ടാവും മനുഷ്യനുമായിട്ട്. എലി എടുത്തു കഴിഞ്ഞാൽ ഓർത്തോലോഗസ് ജീൻസ് ഉണ്ടാവും. ഡ്രോസോഫില പഴയ ഈച്ച എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുണ്ടാവും. തവളയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓർത്തോലോഗസ് ജീനുകളുണ്ടാവും. അപ്പോൾ ഈ ഓർത്തോലോഗസ് ജീനുകൾ എങ്ങനെ വന്നു എന്ന് വിശദീകരിക്കണം. അതൊരു വലിയൊരു ഒരു ചടങ്ങാണ്. ഇദ്ദേഹത്തിൻ്റെ ഹൈഡ്രജൻ പെറോക്സൈഡ് തിയറി വെച്ചിട്ട് ഇതെങ്ങനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. ഇനി ഇത് ഒരിക്കലും പറ്റാത്തതിൻ്റെ മറ്റൊരു കാരണം കൂടി ഞാൻ വഴിയെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ DNA എന്ന് പറയുന്നത് വളരെ വലിയ ഒരു തന്മാത്രയാണ്. ഏതാണ്ട് 2 മീറ്ററോളം നീളമുണ്ട്. ഈ സെല്ലിനകത്തിരിക്കുന്ന DNA പുറത്തെടുത്ത് ഒരു നൂല് പോലെ ആക്കി കഴിഞ്ഞാൽ അതിന് 2 മീറ്ററോളം നീളമുണ്ട്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ATCG എന്നുള്ള ചില അക്ഷരങ്ങൾ കൊണ്ടാണ് ഈ DNA ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വളരെ ലളിതമായിട്ട് പറയാം. അപ്പോൾ ഈ 2 മീറ്റർ നീളമുള്ള DNA നിങ്ങൾ അതിനകത്തുള്ള അക്ഷരങ്ങൾ വായിച്ചെടുക്കുന്നതിനാണ് ഈ സീക്വൻസിങ് എന്ന് പറയുന്നത്. ഈ അക്ഷരങ്ങളുടെ സാമ്യതയാണ് DNA-യുടെ സാമ്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ എത്ര അക്ഷരങ്ങളുണ്ട് എന്നറിയോ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ DNA-യിൽ? ഏതാണ്ട് മനുഷ്യൻ്റെ കേസിൽ 640 കോടി അക്ഷരങ്ങളുണ്ട് എന്നുള്ളതാണ്. മനുഷ്യൻ്റെ DNA-യിൽ ഏതാണ്ട് 640 കോടി അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ഇതൊരിക്കൽ ഞാൻ ഒരു ക്യാമ്പിൽ എസൻസ് നടത്തിയിട്ടുള്ള ഒരു കിഡ്സ് ക്യാമ്പിൽ ഞാനൊരു പ്രസൻറ്റേഷനായിട്ട് അവതരിപ്പിച്ചു. അതായത് കോമൺ ആൻസിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിന് ഞാനൊരു ഉദാഹരണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ 640 കോടി അക്ഷരങ്ങളുള്ള ഒരു സംഖ്യ അക്ഷരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ ബ്രെയിൻ അതൊന്നും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിന് ഏറ്റവും നിസാരമായിട്ടുള്ള ഒരു അനാലജി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പുസ്തകം വായിക്കുന്ന ആൾക്കാരാണ്. പലരും നമ്മൾ നോവൽ വായിക്കുന്ന ആൾക്കാരാണ്. ഒരു ടിപ്പിക്കലായിട്ടുള്ള നോവൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 80,000 മുതൽ 1,00,000 വാക്കുകൾ വരെ വരും. അതിനകത്ത് നമ്മൾ ആവറേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 90,000 വാക്കുകളുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്ര ഉള്ള ഒരു 90,000 വാക്കുകളുള്ള ഒരു നോവലിനെ നിങ്ങൾ സങ്കല്പിക്കുക യഥാർത്ഥത്തിൽ. അപ്പോൾ ഈ ഓരോ വാക്കിനും 5 അക്ഷരങ്ങളേ ഉള്ളൂ എന്നും കൂടി നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ആ നോവലിനകത്ത് യഥാർത്ഥത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടാവും? 90,000 ഇൻറ്റു 5 ഏതാണ്ട് 4.5 lakhs അക്ഷരങ്ങളുണ്ടാവും. അപ്പോൾ ഈ 640 കോടി അക്ഷരങ്ങളുള്ള DNA പുസ്തക രൂപത്തിൽ എഴുതിയാൽ, നോവലിനെ പോലെ ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ബുക്ക് വരും എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതാണ്ട് 14,222 പുസ്തകങ്ങളോളം വരും. അതായത് ഏതാണ്ട് 90,000 വാക്കുകളുള്ള ഏതാണ്ട് 14,222 ബുക്കുകൾ വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ പലപ്പോഴും പല നോവലുകളൊക്കെ എഴുതുമ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടാകുന്നത് കേട്ടിട്ടുണ്ടോ? അതായത് ഇത് എൻ്റെ കഥയാണ്, എൻ്റെ കഥ കോപ്പി അടിച്ച് എഴുതി എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട്. ശരിയാണ്, കഥകൾ കോപ്പി അടിച്ചൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കോപ്പി അടിച്ച് എഴുതുമ്പോൾ അത് കണ്ടുപിടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ 2 മനുഷ്യർ 2 നോവൽ എഴുതി. ഈ 2 നോവൽ ആദ്യം മുതൽ അവസാനം വരെ ഒരുപോലെ ആണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? ഇത് റാൻഡമായിട്ട് സംഭവിച്ചതാണോ, ഇതാരെങ്കിലും ചീറ്റ് ചെയ്ത് കോപ്പി അടിച്ചതാണെന്ന് പറയുമോ? കോപ്പി അടിച്ചതാണെന്ന് പറയും. അപ്പോൾ DNA പുസ്തക രൂപത്തിൽ എഴുതി എത്ര ബുക്ക് വരും? 14,000 അക്ഷരത്തെറ്റുകൾ 14,000 ബുക്കുകൾ. ഈ 14,000 ബുക്കിലാണ് 98% സാമ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് പറയേണ്ടത് യഥാർത്ഥത്തിൽ? ഇത് എവിടെന്നോ കോപ്പി അടിച്ചതാണ്. ഇത് എവിടെന്നാ കോപ്പി അടിച്ചത്? ഇത് പൊതുപൂർവികനിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ ഓർത്തോലോഗസ് ജീൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് പല ജീവികളിലായിട്ട്. ഈ DNA എല്ലാം ഒരുപാട് സാമ്യമുള്ള ജീനുകളാണ്. ഇവ ഒരുപോലത്തെ ഫംഗ്ഷനും ചെയ്യുന്നവയാണ്. അത് പഴയീച്ചയിലുണ്ട്, കുതിരയിലുണ്ട്, തവളയിലുണ്ട്, പക്ഷികളിലുണ്ട്, കുരങ്ങന്മാരിലുണ്ട്, ചിമ്പാൻസികളിലുണ്ട്, ജിറാഫിലുണ്ട്, എല്ലാ ജീവികളിലുണ്ട്. ഈ ഓർത്തോലോഗസ് ജീൻസ് നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇദ്ദേഹത്തിൻ്റെ ഹൈഡ്രജൻ പെറോക്സൈഡ് കൊണ്ട് പറ്റില്ല. ഇതൊരു ഒബ്സർവേഷനാണ്.